തൃശൂർ CPM-ലെ ശബ്ദരേഖാ വിവാദത്തിൽ മലക്കം പറഞ്ഞ DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് നമ്മൾ നേരത്തെ കേട്ടത്. ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയിൽ സംശയമെന്നാണ് DYFI ജില്ലാ സെക്രട്ടറി ഇപ്പോൾ പറയുന്നത്. ഓഡിയോയിൽ ഉള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നും ശരത് പ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ലിഷോയ് വിവരങ്ങളാണ്. ലിഷോയ്, നിഷേധിക്കല്ലാതെ വേറെ തരമില്ല എന്നറിയാം. എന്തൊക്കെയാണ് പറയുന്നത്? അതായത് വലിയ കോളിളക്കമാണ് ശരത് പ്രസാദിന്റെ ആ ഓഡിയോ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ ഓഡിയോ ശബ്ദ അതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വലിയ വിവാദങ്ങൾക്കും വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. ഇതിനെ തുടർന്ന് പിന്നീട് പാർട്ടി തലത്തിൽ ജില്ലാ സെക്രട്ടറി തന്നെ ഇത് പ്രതികരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അതിൽ ആരോപണങ്ങൾക്ക് വിധേയനായ ആരോപണങ്ങളിൽ ഉണ്ടായിരുന്ന MK കണ്ണനും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ഇവരെല്ലാം തന്നെ പ്രതികരിക്കുമ്പോൾ അതിൽ പാർട്ടിയുടെ ഒരു വിശദീകരണം തേടൽ, അതായത് ശരത് പ്രസാദിനോട് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്നുള്ള ഒരു വിശദീകരണം തേടുമെന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഈ ആദ്യം രാവിലെ നമ്മൾ വിളിച്ചപ്പോൾ ശരത് പ്രസാദ് പറഞ്ഞിരുന്നത് ഇത് തൻ്റെ ശബ്ദ സന്ദേശം തന്നെയാണ്, എങ്ങനെയാണ് ഇത് പുറത്തു വന്നതെന്ന് അറിയില്ല, അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ സംഭവിച്ചതാണെന്ന്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നേരെ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ശരത് പ്രസാദ് പറയുന്നത്, അതായത് ഈ ഓഡിയോ സന്ദേശത്തിൻ്റെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ അത് കൃത്യമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും ഇല്ല. തന്നെ മനഃപൂർവ്വം തനിക്കും പാർട്ടിക്കും എതിരായുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ പരസ്യ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ രാവിലെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് ശരത് പ്രസാദ്. ശരി, നമുക്ക് എന്തായാലും ശരത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. ലിഷോ, എൻ്റെ ശബ്ദ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൻ്റെ ആധികാരികത തികച്ചും ദുരൂഹമാണ്. വസ്തുതാവിരുദ്ധവും കള്ളവുമായ കാര്യങ്ങളാണ് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് ആ ഓഡിയോ മുഖാന്തരം പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത്. പാർട്ടി നേതാക്കളെ സംബന്ധിച്ചോ പാർട്ടിയെ സംബന്ധിച്ചോ എനിക്ക് അത്തരത്തിൽ യാതൊരു അഭിപ്രായവുമില്ല എന്ന് മാത്രമല്ല, ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ സഖാക്കൾ. ആ ഓഡിയോ ക്ലിപ്പിൽ പേര് പരാമർശിക്കപ്പെട്ട സഖാക്കൾ എനിക്ക് ഗുരുതുല്യമായ സ്നേഹം എക്കാലത്തും പ്രദാനം ചെയ്തവരാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ പാർട്ടി പുറത്താക്കിയ ചിലർ രാഷ്ട്രീയ വിരോധത്താൽ മാത്രം പാർട്ടിയെയും പാർട്ടി സഖാക്കളെയും എന്നെയും സമൂഹ മാധ്യമത്തിൽ താഴ്ത്തിക്കെട്ടുന്നതിനും രാഷ്ട്രീയ മുതലെടുപ്പിനുമായി ഗൂഢാലോചന ചെയ്ത് പുറത്തുവിട്ടതാണ് പ്രസ്തുത ഓഡിയോ ക്ലിപ്പ്. ഒരു പാർട്ടി വിരുദ്ധർക്ക് മുൻപിലും കീഴടങ്ങില്ല പാർട്ടിക്കൊപ്പമെന്നാണ് പറയുന്നത്. ഇപ്പം ഇനി എന്ത് വീഡിയോ ഇറങ്ങിയാലും ഓഡിയോ ഇറങ്ങിയാലും ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് അത് AI ആണ്, തട്ടിപ്പാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ വരുന്നതുകൊണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ആദ്യം അദ്ദേഹം സമ്മതിച്ചു, ഇത് തൻ്റെ ഓഡിയാണെന്നൊക്കെ സമ്മതിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ പിന്നെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വിടുകയാണ്. എന്തായാലും ആളുകളൊക്കെ അതിന് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. ശരി, അദ്ദേഹം തീരുമാനിക്കട്ടെ.